അരുണാചലിൽ ഹാട്രിക് വിജയം ഉറപ്പിച്ച് BJP. സിക്കിമിൽ SKM രണ്ടാം തവണയും ഭരണം പിടിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന അരുണാചലിൽ 60 അംഗ സഭയിൽ 45 സീറ്റ് നേടിയാണ് മൂന്നാം തവണയും BJP വിജയം ഉറപ്പിച്ചത്. സിക്കിമിൽ ക്രാന്തകാരി മോർച്ച വീണ്ടും അധികാരം ഉറപ്പിച്ചു. 32 സീറ്റിൽ 31ലും അവർ ഒന്നാമതെത്തി. സിക്കിം ഡെമോക്രാറ്റിക് പാർട്ടിക്ക് ഒരു സീറ്റ് മാത്രമാണ് ലഭിച്ചത്. മോദിയും ഹാട്രിക് നേടി മൂന്നാം തവണയും 300-ലധികം സീറ്റ് നേടി അധികാരത്തിൽ വരുമെന്ന് എക്സിറ്റ് പോൾ ഫലങ്ങൾ. ഇന്ത്യ സഖ്യം കേവല ഭൂരിപക്ഷം നേടില്ലെന്നും പ്രവചനങ്ങൾ പറയുന്നു. കേരളത്തിൽ UDF തരംഗം പ്രവചിച്ച എക്സിറ്റ് പോൾ UDFന് 14 മുതൽ 15 വരെയും LDFന് 4 വീതവും BJPക്ക് ഒരു സീറ്റും നേടുമെന്നും പറയുന്നു. എന്നാൽ മനോരമയുടെ എക്സിറ്റ് പോൾ ഫലത്തിൽ പറയുന്നത് 16 UDFും 2 സീറ്റിൽ തുല്യ ശക്തികൾ കണ്ണൂരും ആലത്തൂരും പാലക്കാടും വടകരയും LDF നേടുമെന്നും BJPക്ക് ഒരു സീറ്റും കിട്ടില്ലെന്നും പ്രവചിക്കുന്നു. എക്സിറ്റ് പോൾ ഫലങ്ങൾ വിശ്വാസ്യതയില്ലാത്തത്. മോദിയുടെ എക്സിറ്റ് പോളെന്ന് ഇന്ത്യ സഖ്യം. എക്സിറ്റ് പോളുകൾ യഥാർത്ഥത്തിൽ വിലയിരുത്തേണ്ടത് എത്ര സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ടെന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. രാജ്യത്തിൻ്റെ ഏതെല്ലാം പ്രദേശങ്ങളെ ഉൾപ്പെടുത്തിയായി വോട്ടർമാർ നൽകിയ വിവരങ്ങൾ പരിപൂർണമായും സത്യമാണോ എന്നതെല്ലാമാണ് എക്സിറ്റ് പോളിൻ്റെ കൃത്യതയ്ക്ക് മാനദണ്ഡം. വോട്ടർമാർ തങ്ങളുടെ ചായ്വ് മറച്ചുവെക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. സാമ്പിളുകൾ ശേഖരിക്കുന്നത് നഗരപ്രദേശങ്ങളിലെ വോട്ടർമാരെ അടിസ്ഥാനപ്പെടുത്തി മാത്രമാണെങ്കിൽ അതും ഫലത്തെ ബാധിച്ചേക്കില്ല. വോട്ടിംഗ് പൂർത്തിയായതിനു ശേഷം ചാനലുകൾക്കും മറ്റും എക്സിറ്റ് പോൾ ഫലം പുറത്തുവിടാമെന്നാണ് പീപ്പിൾസ് ആക്ട് സെക്ഷൻ 126A പ്രകാരം പറയുന്നത്. ഇത് തെറ്റിക്കുന്നത് 2 വർഷത്തെ തടവോ പിഴയോ ലഭിക്കാവുന്ന കുറ്റമാകും. ഇന്ത്യ സഖ്യം പാർട്ടികൾ കൃത്യമായി ഇഴകേറി പരിശോധിച്ച് ഓരോ സംസ്ഥാനങ്ങളിലെയും സാഹചര്യങ്ങളും ജനവികാരങ്ങളെയും വ്യക്തമാക്കി മനസ്സിലാക്കിയാണ് എക്സിറ്റ് പോൾ കൃത്യമായി ഉണ്ടാക്കിയതല്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്നത്. എക്സിറ്റ് പോൾ ഫലങ്ങൾ വിലയിരുത്തിയാൽ ഇന്ത്യ മുന്നണിയുടെ കണക്കുകൂട്ടലുകൾ തമ്മിൽ വലിയ വ്യത്യാസമാണ് കാണുന്നത്. മാത്രമല്ല, മോദി പറയുന്ന കൃത്യം 400-ൽ എത്തിക്കാൻ അവർ വ്യഗ്രത കാണിച്ചു എന്നും തോന്നുന്നു. 400-ൽ എത്തിക്കുന്ന വിധത്തിലാണ് എല്ലാ എക്സിറ്റ് പോളുകളും വരുന്നത്. അതിനാലാണ് ഇന്ത്യ മുന്നണി സംശയമുണ്ടാവുന്നത്. മോദിക്കും അമിത്ഷായുടെയും ഓരോ പ്രവർത്തനങ്ങളും പല മാർഗങ്ങളും സംശയത്തിന് ഇടയാക്കി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി മജിസ്ട്രേറ്റുമാരെ യോഗം വിളിച്ചതും ദുരൂഹതയുണ്ടാക്കുന്നു. 2014-ലും 2019-ലും പുറത്തു വന്ന എക്സിറ്റ് പോൾ വിലയിരുത്തിയാൽ 50 സീറ്റുകൾ വീതം BJPയുടെ NDA സഖ്യത്തിന് കൂടുതലായി കാണാൻ കഴിഞ്ഞു. പക്ഷേ ഇത്തവണത്തെ എക്സിറ്റ് പോൾ മറിച്ചാണ്. മോദി പറയുന്ന സീറ്റുകളിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടന്നതായി കാണുന്നു. എക്സിറ്റ് പോൾ ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല. അതും 2024-ലെ തെരഞ്ഞെടുപ്പ് എക്സിറ്റ് പോൾ രാഷ്ട്രീയമായി ഇടപെടൽ ഉണ്ടെന്ന് വ്യക്തമായി മനസ്സിലാക്കുന്നതായി LDF കൺവീനർ EP ജയരാജനും ആരോപിച്ചു. എല്ലാവരും വളരെ ജാഗ്രതയോടെ ഇരിക്കണമെന്നും EP ജയരാജൻ പറഞ്ഞു. എക്സിറ്റ് പോളിൽ മതിമറന്ന് BJP ക്യാമ്പുകളിൽ താമര കേരളത്തിൽ വിരിയില്ലെന്ന് CPM നേതാക്കൾ പറയുന്നു. തൃശ്ശൂരും തിരുവനന്തപുരത്ത് ആറ്റിങ്ങലും നേടി തങ്ങളുടെ ചിരകാല സ്വപ്നം പൂവണിയിക്കാൻ അവർ ശ്രമിക്കുന്നു എന്നാണ് BJP പ്രതീക്ഷിക്കുന്നതെന്നും BJP നേതാക്കൾ 2 അക്ക സീറ്റ് എന്ന് പറഞ്ഞെങ്കിലും എക്സിറ്റ് പോൾ വന്നപ്പോൾ 3 കൂടി. ഇതൊന്നും ജനങ്ങൾ വിശ്വസിക്കില്ല എന്ന് CPM നേതാക്കളും പറഞ്ഞു. രാജ്യത്തെ റെയിൽ ഗതാഗതം അടിമൂടി മാറുന്നു. 250 കിലോമീറ്റർ വേഗതയിൽ ബുള്ളറ്റ് ട്രെയിനുകൾ ഒരുങ്ങുന്നു. ഇന്ത്യയിലെ റെയിൽ ഗതാഗതം അടിമുടി മാറുന്ന കാഴ്ചയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി കാണാൻ കഴിയുന്നത്. വേഗതയോടൊപ്പം ആഡംബര സൗകര്യങ്ങളും ഏർപ്പെടുത്തി യാത്രക്കാർക്ക് പുതിയ അനുഭവം പകരുവാൻ റെയിൽവേ ശ്രമിക്കുകയാണ്. വന്ദേ ഭാരത് എക്സ്പ്രസും ഗതിമാൻ എക്സ്പ്രസ് എന്നീ ട്രെയിനുകൾ ഇതിന് ഉദാഹരണമാണ്. പുതിയ സാങ്കേതികവിദ്യയിൽ അടങ്ങിയ ട്രെയിൻ സർവീസുകൾ ആരംഭിച്ചതോടെ യാത്രാ സമയങ്ങളിൽ വലിയ കുറവുണ്ടായതായും പറയുന്നു. മാത്രമല്ല, കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ സർവീസ് ആരംഭിച്ച് വന്ദേ ഭാരത് എക്സ്പ്രസ് യാത്രക്കാർ ഏറ്റെടുത്തതോടെ വലിയ വരുമാനമാണ് റെയിൽവേക്ക് നൽകിയിട്ടുള്ളത്. കൂടാതെ അടുത്തു തന്നെ രാജ്യത്ത് ബുള്ളറ്റ് ട്രെയിനുകൾ സർവീസ് ആരംഭിക്കാമെന്ന്
വാർത്തകൾ വരുന്നു. മുംബൈ അഹമ്മദാബാദ് റൂട്ടിലാണ് ബുള്ളറ്റ് ട്രെയിൻ ആദ്യമായി സർവീസ് നടത്തുക. ഇതിനായുള്ള ജോലികൾ നടന്നു വരുന്നു. ജപ്പാൻ സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്ന 24 ബുള്ളറ്റ് ട്രെയിൻ വാങ്ങാനാണ് പദ്ധതി. 508 കിലോമീറ്റർ റൂട്ടിൽ 2026 മധ്യത്തോടെ സർവീസ് ആരംഭിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. മോദിയുടെ മൂന്നാം ഊഴത്തിന്റെ ഭാഗമായി ആദ്യ 100 ദിന പദ്ധതികൾ രൂപീകരിക്കാൻ പ്രധാനമന്ത്രിയുടെ യോഗം. ഉഷ്ണതരംഗം, റിമാൽ ചുഴലിക്കാറ്റ് നാശനഷ്ടങ്ങൾ, പ്രതിരോധവും ചർച്ചയാവുന്നു. വികസന പദ്ധതികൾ അടക്കം നിർണായകമായ തീരുമാനങ്ങൾ പ്രതീക്ഷിച്ച് രാജ്യം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വരുന്ന മണിക്കൂറുകൾക്ക് ബാക്കി നിൽക്കെയാണ് മോദി അതിൻ്റെ പ്രവർത്തന പദ്ധതി തീരുമാനിക്കുന്ന പ്രധാനമന്ത്രിയുടെ വസതിയിൽ നിർണായക യോഗം ചേരുന്നത്. മൂന്നാം മോദി സർക്കാരിൻ്റെ ആദ്യ 100 ദിവസത്തേക്കുള്ള പ്രവർത്തനങ്ങളായിരിക്കും യോഗത്തിലെ അജണ്ട. എക്സിറ്റ് പോൾ വിശ്വാസത്തിലെടുത്താണ് യോഗവും ചർച്ചയും ഉണ്ടാകുന്നത്. ചൊവ്വാഴ്ച ഫലം വരാനിരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപാണ് 100 ദിവസത്തെ പദ്ധതികളുടെ അജണ്ടയും ചർച്ച നടത്തുന്നതും സംശയത്തിനിടവരുത്തുന്നു. ഇവിടെയാണ് രാഹുൽ ഗാന്ധി മോദി എക്സിറ്റ് പോൾ എന്ന് പറയുന്നത്. മോദി പ്രവചിക്കുന്ന 400 സീറ്റ് എത്തുന്ന എക്സിറ്റ് പോൾ ഫലം വരുന്നതിന് മുൻപ് തന്നെ എല്ലാം തീരുമാനിച്ച് ഉറപ്പിച്ചു എന്ന് ഇന്ത്യ മുന്നണി സംശയിക്കുന്നു. ഈ സംശയത്തിനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണാൻ അവർ ഒരുങ്ങിപ്പോയതെന്നാണ് അറിയുന്നത്.